ഈ മനുഷ്യൻ്റെ ഓരോ അവസ്ഥകളെക്കുറിച്ച് ആലോചിക്കുകയാണ്. വലിയ പ്രതാപിയായിട്ടിരിക്കും, പിന്നെ പടുകുഴിയിലേക്ക് വീഴും. മറ്റേ ആചാര്യസ്വാമികൾ പറഞ്ഞതുപോലെ കണ്ടുകണ്ടങ്ങിരിക്കും ജനത്തെ തണ്ടിലേറ്റി നടക്കുന്നതും 2-4 ദിനം കൊണ്ട് ഒരുത്തനെ എന്നൊക്കെ പറഞ്ഞതുപോലെ. ഇപ്പം ഞാൻ ഇത് ഓർക്കാൻ കാരണം നമ്മുടെ ഈ സിറിയയിലെ അസദിൻ്റെ കാര്യമാണ്. വലിയ ഭരണാധികാരിയായിരുന്നു. 50 വർഷത്തോളം അപ്പനും മകനും കൂടെ ആ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ അടിച്ചമർത്തി ഭരിച്ചു. അവസാനം വീണു. പോകുന്ന പോക്കിൽ പക്ഷേ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, എന്നാൽ അദ്ദേഹം എന്ന് പറയാം, അദ്ദേഹം ഇസ്രായേലിൻ്റെ ചാരനെ പോലെയായി മാറി എന്ന് കേൾക്കുന്നു. അതെ, അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇത് പട്ടാള രഹസ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിന് പോകുന്ന പോക്കിൽ അസദ് ചോർത്തി കൊടുത്തു. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ, അസദ് വിമാനം കയറി പലായനം ചെയ്യുമ്പോൾ ഇസ്രായേൽ വെടിവെച്ചിടരുത്, ഞാനൊന്ന് സുരക്ഷിതമായിട്ട് പൊക്കോട്ടെ, എൻ്റെ രഹസ്യ സേനകൾ, എൻ്റെ ആയുധ ശേഖരം, ഇതൊക്കെ ഇന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞിട്ടുള്ള കൃത്യമായ കണക്കുകൾ, മാപ്പുകൾ ഒക്കെ ഇസ്രായേലിന് അദ്ദേഹം കൊടുത്തു എന്നാണ് തുർക്കി പത്രപ്രവർത്തകൻ അബ്ദുൽ ഖാദിർ സെൽവി റിപ്പോർട്ട് ചെയ്യുന്നത്. ശരിയായിരിക്കും, കാരണം അത് കഴിഞ്ഞ് കൃത്യമായിട്ട് രാസായുധ സംഭരണശാല ഇതെല്ലാം പോയി ഇസ്രായേൽ തകർത്തു. അതെ, ഇയാൾ പോയതിന്റെ തൊട്ട് പിന്നാലെ അത് ചെയ്തു ഇസ്രായേല്. ചേട്ടൻ പൊക്കോ, ഇത്ര താങ്ക് യു എന്ന് പറഞ്ഞു. താങ്ക് യു. അതെ, വിമതർ പിടിക്കുമെന്നുള്ള ഘട്ടം വന്നപ്പോഴാണ്, വിമതർ പിടിക്കുന്നുള്ള വിവരമൊക്കെ ഇയാൾക്ക് കിട്ടിയിരുന്നു. അപ്പോഴാണ് ഇസ്രായേലിനൊരു ഓഫർ അങ്ങോട്ട് കൊടുക്കുകയാണ്, അല്ലാതെ ഇസ്രായേൽ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയല്ല. ഒരു ഓഫർ അങ്ങോട്ട് കൊടുത്തു. സിറിയൻ ആയുധ ശേഖരങ്ങളുടെ ലൊക്കേഷൻ, മിസൈൽ ലോഞ്ചേഴ്സ് എവിടെയൊക്കെയാണ് വെച്ചിരിക്കുന്നത്, വെപ്പൺ ഡിപ്പോകൾ, ആയുധ സംഭരണ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ്, പട്ടാളത്തിൻ്റെ രഹസ്യ താവളങ്ങൾ ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ്, ഈ വിവരങ്ങളൊക്കെ കൊടുത്തു. പകരം അദ്ദേഹം സുരക്ഷിത പലായനം ചോദിച്ചു. അപ്പോൾ IDF ഇയാൾ പോകുന്ന ജെറ്റിനെ ഒന്നും ചെയ്യരുത്, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്നുള്ളതാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇതെങ്ങനെ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഇയാളുടെ ജെറ്റിൽ കയറിയിട്ട്, അത് അന്ന് തന്നെ റിപ്പോർട്ടുകളിൽ വന്നിരുന്നു, ഇത് പെട്ടെന്ന് ആ തീരപ്രദേശത്തേക്ക് പോയിട്ട് സിറിയയിൽ പെട്ടെന്ന് റഡാറിൽ നിന്ന് ഇത് അപ്രത്യക്ഷമായി, മധ്യധരണ്യാഴിയിലേക്ക് മുകളിലൊക്കെ വെച്ചിട്ട്. എന്നിട്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ വിമാനം ആ ടേൺ എടുത്തിട്ട് സിറിയയിലെ തന്നെ ഹെമീമിം വ്യോമത്താവളം, റഷ്യയുടെ വ്യോമത്താവളം അവിടെ കൊണ്ടുവന്ന് ഇറക്കി. അവിടെ നിന്ന് റഷ്യൻ സേനാ വിമാനത്തിലാണ് അസദ് മോസ്കോയിലേക്ക് പോയത്. അപ്പൊ ആദ്യം ഒന്ന് തെറ്റിദ്ധരിപ്പിക്കുക, റഡാറിലൊക്കെ നോക്കുമല്ലോ അസദിന്റെ വിമാനം പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കുക ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. ഇതിന് ട്രാൻസ്പോണ്ടർ ട്രിക്ക് എന്ന് പറയുന്നത്. ട്രാൻസ്പോണ്ടർ ട്രിക്ക് എന്ന് പറഞ്ഞാൽ, ആരോടും പറയാതെ ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്യുക. ട്രാൻസ്പോണ്ടർ വഴിയാണ് ഈ റേഡിയോ സിഗ്നലുകൾ കിട്ടുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് വിമാനത്തിൽ നിന്ന് മറുപടിയും പോകുന്നത് സിഗ്നലുകൾ. ഈ സിഗ്നൽ സംവിധാനമൊക്കെ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, റഡാറിൽ പിന്നെ ഇത് കാണില്ല, റഡാറിൽ ഉണ്ടാവില്ല. അപ്പോൾ ഈ ട്രാൻസ്പോണ്ടർ ട്രിക്ക് ചെയ്തോന്ന് ഉപദേശവും കിട്ടിയിട്ടുണ്ട് ഇങ്ങർക്ക്. അങ്ങനെയാണ് ചെയ്തത്, സിഗ്നൽ ഇല്ലാതായി. സിറിയൻ തീരത്താണ് ഈ ഖമീമിം വ്യോമത്താവളം ഉള്ളത്. പട്ടാള വിമാനത്തിലാണ് മോസ്കോയിലേക്ക് പോയത്. പുടിൻ പക്ഷേ അനുമതി കൊടുത്തു അങ്ങോട്ട് ചെല്ലാൻ. പക്ഷേ അസദിനെ ഇതുവരെ പുടിൻ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അയാൾക്ക് രാജ്യമൊന്നുമില്ലല്ലോ, ഇനി കണ്ടിട്ട് എന്താണ് കാര്യം, അവിടെ കിടക്കാനോ ഇത് കഞ്ഞിയും കൊടുക്കാൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ. ഇനി പക്ഷേ പുള്ളി ഈ കാലത്തിനിടയ്ക്ക് ഒരുപാട് സഹസ്ര കോടികൾ റഷ്യയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചിട്ടുണ്ട്, നിക്ഷേപിച്ചിട്ടുണ്ട്. അതുണ്ട്, അത് HSBC ബാങ്കിലും ഒക്കെ ഉണ്ട് ബ്രിട്ടനിലൊക്കെ. 365 കോടി രൂപ ബ്രിട്ടനിലെ HSBC ബാങ്കിലുണ്ട്, തിരിച്ചു കിട്ടുമെന്നൊക്കെയുള്ള സംശയമൊക്കെ ഉണ്ട്. റഷ്യൻ ഏജന്റുമാർ പലായനത്തിന് പ്രേരിപ്പിച്ചു എന്നും പറയുന്നു. കാരണം റഷ്യൻ ഏജന്റുമാരാണ് വിവരം കൊടുത്തത്, മറ്റേവർ വരുന്നുണ്ട് വിമതന്മാർ, ഇനി തനിക്ക് രക്ഷയില്ല, പൊക്കോ എന്നുള്ളത്. ഞായറാഴ്ച രാവിലെ അങ്ങനെയാണ് പോകുന്നത്. മധ്യധരണ്യാഴിയുടെ മുകളിൽ നിന്ന് വിമാനം ടേൺ എടുത്തിട്ട് ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റാണ് ഫ്ലൈറ്റ് റഡാർ 24.
എന്ന് പറയുന്നത്. അതാണ് എല്ലാവരും നോക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മളൊരു ഫ്ലൈറ്റ് എവിടെ പോകുന്ന പറഞ്ഞാൽ നമുക്കറിയാം. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു വിമാനം പുറപ്പെട്ടാൽ എത്ര മണിക്ക് നമുക്കത് കണ്ടുകൊണ്ടേയിരിക്കാം അതിൻ്റെ മൂവ്മെൻറ്റ്. എൻ്റെ ഒരു പഴയ സഹപ്രവർത്തകനുണ്ട്, ജേക്കബ് ഫിലിപ്പ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ ജോലി തന്നെ ഇതാണ്, ഈ വ്യോമകാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. അദ്ദേഹത്തിന് ഇതൊക്കെ തറവാണ്. എഞ്ചിനീയർ ആയിരുന്നു. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞത് അതൊരു മിസ്റ്ററി. ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്താലും റഡാറുകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ വിമാനവും ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്തിട്ട് പോവാം. പക്ഷേ അതല്ല, സൈനിക റഡാറുകൾക്ക് അല്ലെങ്കിലും കണ്ടുപിടിക്കാം. തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ട്രാൻസ്പോണ്ടർ ട്രിക്ക് എന്ന് റിപ്പോർട്ടുകൾ പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ. എന്നിട്ട് അസദ് മോസ്കോയിൽ എത്തിയ പാടെ ഇസ്രയേൽ കൃത്യതയുള്ള ആക്രമണങ്ങൾ ഇവിടെ നടത്തി. പുള്ളി പറഞ്ഞു കൊടുത്തല്ലോ. കൃത്യമായിട്ട് ഹയാത്ത് തെഹ്രീർ അൽഷാം പിടിക്കുക, ഇവരെ ആക്രമണമൊക്കെ നടത്തുക, എല്ലാം ഒരു ഓർക്കസ്ട്രേറ്റഡ് സംഭവം പോലെ. ജീവനേക്കാളും വലുതൊന്നും അല്ലല്ലോ. ഇനിയിപ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് അസദിന് ഉറപ്പായി. അടുത്ത് റഷ്യയിലേക്ക് പോകാൻ ഓഫറും ഉണ്ട്. അതുകൊണ്ട് എന്തിന് ഇസ്രായേലിൻ്റെ ശത്രുത മേടിക്കണം? പിന്നെ ഇസ്രായേലിനെ കയറി സിറിയയുടെ ഭാഗത്തു നിന്ന് അസദ് ആക്രമിച്ചിട്ടൊന്നുമില്ല, ഇസ്രായേലുമായിട്ട് വഴക്കിനൊന്നും പോയിട്ടില്ല, വലിയ കുഴപ്പമില്ലാതെ പോവുകയാണ്. പിന്നെ ഈ ഇറാൻ്റെ പ്രോക്സി ആയിട്ടുള്ളവരാണ് വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇസ്രായേലുമായിട്ട് നേരിട്ടൊരു പ്രശ്നങ്ങളൊന്നും പൊതുവിൽ അയാൾ നേരിട്ട് പ്രശ്നത്തിനൊക്കെ പോയി കഴിഞ്ഞ് തട്ടിക്കള. അതെ, അതൊക്കെ കൃത്യമായ ബോധ്യമുണ്ട്. ആ സിറിയയിൽ കൊണ്ടുപോയി ആണവ നിലയം ഇറാൻ വെച്ചിട്ട് അതടിച്ചു പൊളിച്ച് ദൂരെ കളഞ്ഞു. ഈ അസദിനെയൊക്കെ തീർക്കാൻ അവർക്ക് അധികം നേരം. അതെ, അതുകൊണ്ട് പുള്ളി നോക്കി കണ്ടൊക്കെയാണ് നിന്നത്. അതുകൊണ്ട് ഞാനൊന്ന് പൊക്കോട്ടെ, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞങ്ങളുടെ സാധനമൊക്കെ അവിടെ ഇരിപ്പുണ്ട്, നിങ്ങൾ നശിപ്പിക്കുവോ, എടുത്തുകൊണ്ട് പോവുക, എന്ത് വേണേലും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് മൂപ്പരങ്ങ് പോയി. ഇത് മാത്രമല്ല, ഉടക്കിപ്പോയാൽ ചിലപ്പോൾ മൊസാദ് റഷ്യയെ പോയി തട്ടും. അതെന്താണെന്ന് വെച്ചാൽ മലയുടെ മുകളിൽ നിന്നേ മറ്റേ വെടിവെച്ച് പീരങ്കിയൊക്കെ ഈ സിറിയയിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. ദമാസ്കസ് വരെയൊക്കെ ചെറിയ ദൂരല്ലേ ഉള്ളൂ. അതെ, വളരെ 40 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. നല്ല മലയുടെ മുകളിൽ ഒരു ബൊപ്പോഴ്സ് പോലത്തെ സാധനം വെച്ച് കിട്ടിയാൽ വിലങ്ങ് ചെല്ലും. ഇതിപ്പോ യേശുവും മറ്റേ ഒരു പ്രകാശരൂപമായ മലയൊക്കെ കയ്യില്, ഹർമോൺ മലയും താബോർ മലയൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ നിന്നൊക്കെ ഇപ്പൊ അതിന്റെ മുകളിലൊക്കെ സാധനം കയറ്റിയിട്ടുണ്ട്. താഴെയൊക്കെ കാണാമല്ലോ ഇപ്പൊ. വല്ല ഹിസ്ബുല്ല പിള്ളേരൊക്കെ നടപ്പുണ്ടോന്നൊക്കെ ഉള്ളത് ഇതിന്റെ മുകളിൽ നിന്ന് കാണാം. ഏതായാലും ഈ നമ്മൾ കഴിഞ്ഞ ദിവസം ജലോനിയെ കുറിച്ച് പറഞ്ഞു. എല്ലാവർക്കും നോക്കിയിട്ട് ജലോനി ഒരു വലിയ ദുരൂഹ കഥാപാത്രമായിരിക്കുന്നു. സിറിയയുടെ പുതിയ ഭരണാധികാരി. ജുലാനി എന്നൊക്കെ പല പേരുകളാണ്. ഇംഗ്ലീഷൊക്കെ ജൊലോനി എന്ന് പറയുന്നു, മലയാളത്തിൽ ജുലാനി എന്നാണ് എഴുതുന്നത്. ഇത് ഏതാണ് ശരി എന്നുള്ളത് ഇപ്പം തർക്കത്തിലാണ്. ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ജൊലോനി എന്ന് എഴുതുന്നത്. പക്ഷെ മലയാളത്തിൽ മനോരമ ഉൾപ്പെടെ ജുലാനി എന്ന് എഴുതും. JU എന്നും JA എന്നും കാണുന്നുണ്ട് അല്ലേ? അങ്ങനെയും വരുന്നു. അപ്പൊ ഇത് കൃത്യമായി ഇയാളെ പറ്റി ഒരു കൃത്യമായ വിവരമൊന്നും ഇല്ലല്ലോ. ഇയാൾ അൽ ബാഗ്ദാദിയുടെ കൂടെ കുറച്ചു കാലം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ലേ അറിയുള്ളൂ. ഏതായാലും അതും ഒരു ദുരൂഹമാണ്. അയാൾ മൊസാദിൻ്റെ ഏജൻ്റാണ് എന്ന് പറഞ്ഞ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളുകൾ വന്നിട്ടുണ്ട്. ആരും ജുലാനിയോ അയാൾ വന്ന് വലിയ ആഘോഷമൊന്നും ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ഇസ്ലാം അതില്ല. മറ്റേ നിങ്ങള് മീഡിയ 1 കാണുന്നതല്ലേ എപ്പോഴും? ഒന്നും പറഞ്ഞില്ലേ ഇങ്ങനെ പറ്റി? എല്ലാ ദിവസവും ഒന്നും കാണാറൊന്നുമില്ല, വേറെ പണിയൊന്നുമില്ല. വൺ സൈഡഡ് സാധനങ്ങൾക്കൊക്കെ നമുക്ക് താല്പര്യമില്ലല്ലോ. ഈ ജുലാനി മഹാനാണെന്നോ അങ്ങനെയൊന്നും അവരാരും പറയുന്നില്ല. നമ്മുടെ വിജയം ഞാൻ കൂടുതലും നിലവിളി കേൾക്കാനാണ്. നമുക്കറിയാലോ, ഇന്ന് മീഡിയ 1 കരയും എന്നറിയാവുന്ന ദിവസം നമ്മൾ വെക്കും, അല്ലാതെ വെക്കാറില്ല അവരുടെ നിലവിളി കാണാൻ വേണ്ടിയിട്ട്. ഏതായാലും ലോക രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം ഉണ്ടാവുകയാണ്. ഓരോ ദിവസവും ഓരോ കഥകൾ. അത് നമ്മളാരും ഉണ്ടാക്കുന്നതല്ല. ഇപ്പോൾ BBC-യുടെ ലേഖകൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് അല്ലേ? അപ്പോൾ നമ്മൾ വെറുതെ രാവിലെ ABC മലയാളത്തിൽ വന്നിട്ട് ഓരോ കഥയങ്ങ് ഉണ്ടാക്കുകയാണ്. നമ്മളാരും MT വാസുദേവൻ നായരോ കഥ ഉണ്ടാക്കാൻ? പുള്ളിയാണല്ലോ ചരിത്രമൊക്കെ എടുത്ത് ചന്തുവിനെ നല്ലവനും ഒക്കെ ആക്കി മാറ്റിമറിക്കുന്നത്. ഭീമൻ നായരും ഒക്കെ ആക്കുന്ന ആ പാഠമൊന്നും നമുക്കില്ല. നമ്മൾ ഉപയോഗിക്കുന്നത് ലോകത്തിലെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ. നമ്മൾ ഒരു വാർത്ത ഉണ്ടാക്കുന്നില്ല. ഇത് നമ്മൾ പറയുന്ന എല്ലാം ലോകത്തെ മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും ഇവിടുത്തെ മാധ്യമങ്ങൾ കാണാതെ പോകുന്നതുമായ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റോറിയും പറഞ്ഞത്. പോകുന്ന പോക്കിൽ അസദ് ഇസ്രയേലിൻ്റെ ഒരു ചാരനായി മാറി. സ്വന്തം ജീവൻ രക്ഷിക്കാൻ സ്വന്തം വിമാനം സുരക്ഷിതമായി പറന്ന് റഷ്യയിൽ എത്തുമെന്ന് ഉറപ്പാക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു എന്ന് പറഞ്ഞാൽ മതി. ഇസ്രയേലിൻ്റെ ഒരു പോളിസി എടുത്തു. അയാളിപ്പോൾ അവിടെ മാസ് ഗ്രേവ്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഭീരുക്കളാണല്ലോ ഈ ആളുകളെ മുഴുവൻ കൊന്നൊടുക്കുന്നത്. 5-6 പേരെയൊക്കെ ഒരു കുഴിയിലിട്ടിട്ട്
പല അവശിഷ്ടങ്ങളും ഇപ്പോൾ അവിടെ കിട്ടുന്നുണ്ട്, മാസ് ഗ്രേവ്സ് കണ്ടിട്ട്. അതിപ്പോ കൂട്ട വീഡിയോ ദൃശ്യങ്ങളൊക്കെ കൂട്ടത്തോടെ കുഴിച്ചിട്ട് മൂടിയാണ്. കുഴിച്ചിട്ട് മൂടിയത് 1.5 ലക്ഷം പേരെയൊക്കെ കുഴിച്ചിട്ട് മൂടിയിട്ടുണ്ട്. ഈ ദമാസ്കസിന്റെ അടുത്താണത്. ചെറിയ രാജ്യമല്ലേ. അതെ അതെ. ഏതായാലും പുതിയ വാർത്തകളുമായി നമുക്ക് സിറിയയിൽ നിന്നുള്ള പുതിയ വാർത്തകളുമായി വീണ്ടും വരാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.